ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് കുറച്ചധികം പെറ്റ്സുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുറക്കുന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം. നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിലിനാണെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസൊക്കെ വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയുടെ തുടക്കവും വീഡിയോയുടെ അവസാനവും നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് നല്ലൊരു മുട്ടനാടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ശിരോഹിയുടെയും ബീറ്റലിൻ്റെയും ക്രോസാണ് വന്നിരിക്കുന്നത്. 10 മാസം പ്രായമായിട്ടുള്ള മുട്ടനാട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 12,000 രൂപയാണ് ഈ മുട്ടനാടിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി ഒരു മുട്ടനാടാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 12,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സൺകോനൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്സാണ് വന്നിരിക്കുന്നത്. ക്ലോസ്ഡ് റിങ്ങാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ എളനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയും പാലക്കാടും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് ഒരു ചിക്കൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 6,500 രൂപയാണ് ഒരു ചിക്കൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി സൺകോനൂറാണ് വന്നിരിക്കുന്നത്. ക്ലോസ്ഡ് റിങ്. അതേപോലെ തന്നെ 6,500 രൂപയാണ് ഒരു ചിക്കൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊന്നൂറുകളൊക്കെ എടുത്ത് ഇണക്കി വളർത്താൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ കറക്റ്റ് പാകമാണ്. ഈ പ്രായത്തിലൊക്കെയാണ് നമ്മൾ ഇവരെ ഹാൻഡ് ഫീഡൊക്കെ കൊടുത്ത് ഇണക്കി എടുക്കാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി സൺകൊന്നൂറുകളാണ് വന്നിരിക്കുന്നത്. ക്ലോസ്ഡ് റിങ് ആയിട്ടുള്ളത് 6,500 രൂപയാണ് പറഞ്ഞതിൻ്റെ റേറ്റ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് ഒരു പേർഷ്യൻ ക്യാറ്റിൻ്റെ അഡൽട്ട് മെയിലാണ് വന്നിരിക്കുന്നത്. 1.5 വയസ്സ് പ്രായമുള്ള പേർഷ്യൻ ക്യാറ്റിൻ്റെ മെയിൽ. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,500 രൂപയാണ് ഈ ക്യാറ്റിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 1,500 രൂപയാണ് ഈ മെയിലിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. 1,500 രൂപ. അതേപോലെ തന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് സ്ഥലം വന്നിരിക്കുന്നത്. കുറച്ച് പ്രാവുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഫാൻറ്റെയിലിൻ്റെ ചിക്സുകൾ നല്ല അടിപൊളി ചിക്കുകളാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ചിക്സ്, ടെയിൽ മാർക്കിംഗ് ഒക്കെ ഉള്ള ചിക്സുകൾ, നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഫാൻറ്റെയിലിൻ്റെ ചിക്സ്, നല്ല ബൂട്ട് ക്വാളിറ്റിയും അതേപോലെ ടെയിൽ ക്വാളിറ്റി ഒക്കെ ഉള്ള ചിക്സ്. പീസ് റേറ്റ് 300 രൂപയാണ് വരുന്നത്. ഫാൻറ്റെയിൽസ് മുഗി വന്നിരിക്കുന്നത് അഡൽട്ടൺ വന്നിരിക്കുന്നത് 200 രൂപ. നാടൻ പ്രാവ് 100 രൂപ. അപ്പോൾ ഇതൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫാൻറ്റെയിൽസ് നല്ല ക്വാളിറ്റിയുള്ള ഫാൻറ്റെയിൽസാണ് വന്നിരിക്കുന്നത്. ബൂട്ട് ക്വാളിറ്റിയും ടെയിൽ ക്വാളിറ്റിയും. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഇവരുടെ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും വിളിക്കാനും നോക്കുക. വാട്സപ്പ് കോൺടാക്റ്റ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 3 ആടുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു തള്ളാട് 1 വയസ്സ് പ്രായമായത്, പിന്നെ ഒരു മുട്ടനാട് 6 മാസം പ്രായമായത്, പിന്നെ ഒരു കുഞ്ഞ് 1 മാസം പ്രായമായത്. 3 കൂടി 13,000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. കാസർഗോഡാണ് ലൊക്കേഷൻ. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ്. 13,000 രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ്. അടുത്ത നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളത്തു നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരു കേജാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു കേജിന് ചോദിക്കുന്ന റേറ്റ് 8,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ടർക്കിയുടെ ഒരു എഗ്ഗിങ് പെയറാണ് വന്നിരിക്കുന്നത്. ആ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 2,500 രൂപയാണ് ഈ എഗ്ഗിങ് പെയറിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. നല്ല നോർമൽ റേറ്റിനാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽ വൈറ്റും അതേപോലെ തന്നെ മെയിൽ വന്നിരിക്കുന്നത് ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. എഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെയറാണ്. 2,500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. എറണാകുളം പൂക്കാട്ടുപടിയാണ് ലൊക്കേഷൻ. ഡാഷ് കണ്ടിൻ്റെ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. 37 ദിവസം പ്രായമായിട്ടുള്ള ഡാഷിൻ്റെ പപ്പീസ്. കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്.
മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 3000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ടാൻ കളറ് പപ്പീസാണ് വന്നിരിക്കുന്നത്. ഡാഷ് ഹണ്ടിൻ്റെ 37 ദിവസം പ്രായമായിട്ടുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു പപ്പിയുടെ റേറ്റ് 3000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസിനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ വന്നിരിക്കുന്നത് ലാബിൻ്റെ അഡൾട്ട് ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 2000 രൂപയാണ് ഈ ലാബിൻ്റെ മെയിലിന് ചോദിക്കുന്ന റേറ്റ്. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ലവ് ബേഡുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മൊത്തം 11 ലവ് ബേഡ്സ് ഉണ്ട്. അതിൽ 8 നോർമൽ ലവ് ബേഡ്സും 3 റെഡ് ഐ ആണ് വന്നിരിക്കുന്നത്. 11 കൂടി ചോദിക്കുന്ന റേറ്റ് 1400 രൂപയാണ് ചോദിക്കുന്നുള്ളൂ 11 കൂടി. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പന്തളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ 3 റെഡ് ഐ ഉണ്ട്, 11 1400 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫ്ലൈൻ ഡക്കും അതുപോലെ താറാവാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നല്ലതിന് കൂടി ചോദിക്കുന്ന റേറ്റ് 2400 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ നമ്പർ പ്ലേസ് എവിടെയാണെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ ഇത് പേർഷ്യൻ ക്യാറ്റായിട്ട് എക്സ്ചേഞ്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും പേർഷ്യൻ ക്യാറ്റൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. 2400 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. ലവ് ബേഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 50 കൂടുതൽ ലവ് ബേഡ്സ് കൂടെ സെയിലുണ്ട്. അപ്പോൾ ഇവർ നിർത്താണ് ലവ് ബേഡ്സിൻ്റെ ബ്രീഡിംഗ് ഒക്കെ ഒരു അത്യാവശ്യ കാരണത്താൽ നിർത്താണ്. അപ്പോൾ മൊത്തമായിട്ട് കൊടുത്ത് ഒഴിവാക്കലാണ്. പീസ് റേറ്റ് 100 രൂപ വെച്ചാണ് ചോദിക്കുന്നത് ലവ് ബേഡ്സൊക്കെ. അപ്പോൾ ബൾക്കായിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 50-ലേറെ ലവ് ബേഡ്സ് കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫ്ലൈൻ ഡക്കിൻ്റെ 2 ഫീമെയിൽസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പത്തനംതിട്ടയാണ്. അപ്പോൾ ഈ 2 കൂടി ചോദിക്കുന്ന റേറ്റ് 600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല 2 ഫീമെയിൽസാണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 600 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് നമുക്കൊരു കോക്കർ സ്പാനിയലിൻ്റെ ഒരു മെയിൽ പപ്പി വന്നിട്ടുണ്ട്. 3 മാസം പ്രായമായത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 5000 രൂപയാണ് ഈ കോക്കർ സ്പാനിയലിൻ്റെ മെയിൽ പപ്പിക്ക് ചോദിക്കുന്നത്. 3 മാസം പ്രായമുള്ളതാണ്. അപ്പോൾ നല്ല അടിപൊളി ബ്ലാക്ക് കളറ് മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ്. സെമി ഡോളിൻ്റെ ഒരു 2.5 മാസമായിട്ടുള്ള കിറ്റാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഫീമെയിൽ കിറ്റിൻ്റെ റേറ്റ് 2500 രൂപ. മലപ്പുറം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. 2.5 മാസം പ്രായമായതാണ്. നല്ല അടിപൊളി ഹെയർ ക്വാളിറ്റിക്കുള്ള ഫീമെയിൽ കിറ്റാണ് വന്നിരിക്കുന്നത് 2500 രൂപയ്ക്ക്. അപ്പോൾ ഇതേപോലെയൊക്കെ നല്ല നല്ല കിറ്റ് പേർഷ്യൻ ക്യാറ്റുകളൊക്കെ നല്ല റേറ്റ് കുറവിന് സെയിലിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. സെമി ഡോളാണ് വന്നിരിക്കുന്നത് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് തന്നെയാണ്. പുള്ളിക്കോഴികളാണ് സെയിലിന് വന്നിരിക്കുന്നത്. 3 മാസം പ്രായമുള്ള 4 പൂവൻ കോഴികൾ. 3 മാസം പ്രായമായത്. 2 തൊപ്പിയുണ്ട്. നാടൻ പുള്ളിക്കോഴികളാണ് വന്നിരിക്കുന്നത്. 4 കൂടി 1400 രൂപയാണ് ചോദിക്കുന്നത്. 4 പൂവൻ കോഴികൾ 3 മാസം പ്രായമുള്ളത് പുള്ളിക്കോഴികളാണ് വന്നിരിക്കുന്നത്. 1400 രൂപ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിൽ 2 ക്യാപ്പ് ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി പുള്ളിക്കോഴികളാണ് വന്നിരിക്കുന്നത്. നാടൻ പുള്ളിക്കോഴികൾ.
അതുപോലെ അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഫ്രീ അഡോപ്ഷനാണ്. ഫീമെയിൽ ലാബ് ഫ്രീ അഡോപ്ഷൻ. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ഫ്രീ അഡോപ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസ് അയച്ചു തരാമെന്നാണ്. അപ്പോൾ ഈ അഡൽട്ട് ലാബിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എറണാകുളം നോർത്ത് പറവൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പർക്ക് വീഡിയോസൊക്കെ അയച്ചു തരാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.